ഹലോ. ലിസ്റ്റിൻ സീപ്പൺ നിർമ്മിച്ച ബോബി സഞ്ജയ്മാരുടെ തിരക്കഥയിൽ അരുൺ വർമ്മ സംവിധാനം ചെയ്ത ബേബി ഗേൾ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. 3 ദിവസം പ്രായമായ ഒരു കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് കാണാതാവുന്നതും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും മറ്റ് സംഭവവികാസങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇമോഷണലി എത്രത്തോളം കണക്റ്റ് ആവുന്നുണ്ട് എന്നതിലാണ് സംശയം. ഇത് ഈ ബേബി ഗേൾ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകാം. ജീവിതത്തിൻ്റെ യാത്രയിൽ താളം പിഴച്ചുപോയ 2 പെൺകുട്ടികളുടെ കഥയാണ് ബേബി ഗേൾ. വീട്ടുകാരെ വകവയ്ക്കാതെ തന്നിഷ്ടപ്രകാരം ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ ടോക്സിക് സ്വഭാവം മൂലം വീടുമില്ല നാടുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ലിജോമോൾ അവതരിപ്പിച്ച ഋതു. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയി ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരാളെ പ്രണയിച്ച് അയാളിൽ നിന്ന് ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്ന മൈഥിലി നായരുടെ മീനാക്ഷി. പഠിപ്പും ഭാവിയെക്കുറിച്ചുമുള്ള പ്ലാനുകളും മുന്നിൽ കാണുമ്പോൾ കുഞ്ഞിനെ ഒരു ബാധ്യതയായി കാണുന്ന മീനാക്ഷി. ലിജോമോളുടെ ഋതുവിന് അതേസമയം തൻ്റെ കുഞ്ഞ് അബോട്ടായി പോയതിൻ്റെ വിഷമമാണ്. അതിൻ്റെ പേരിലാണ് ഭർത്താവ് അവളെ ഹരാസ് ചെയ്യുന്നത്. അതേസമയം മീനാക്ഷിയും ഭർത്താവും ജനിച്ചു വീണ കുഞ്ഞിൻ്റെ പേരിലാണ് വഴക്കടിക്കുന്നത്. ഇന്നത്തെ തലമുറ എപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ബാധിക്കുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു കുഞ്ഞ് നമ്മളുടെ വയറ്റിൽ രൂപപ്പെടുമ്പോൾ മുതൽ നമ്മൾ അതിനെ പരിചരിക്കണം, അതിന് പരിചരണം കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെ അത് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സിനിമയിൽ പലയിടത്തും പറഞ്ഞു കേട്ട ഡയലോഗാണ് ആ കുഞ്ഞിനെ കരഞ്ഞാൽ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നത്. വല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണത്. ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ അങ്ങനെ ജനിക്കാതിരിക്കട്ടെ. അതെന്ത് പിഴച്ചു. ആ കുഞ്ഞ് അവസാനം ഋതുവിൻ്റെ കയ്യിലാണ് എത്തുന്നത് എന്നുള്ളത് മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ എത്തി എന്ന കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നത് ഒട്ടും മനസ്സിന് സുഖം നൽകുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് സംഗീതിൻ്റെ ക്യാരക്ടർ കാണിച്ചു കൂട്ടുന്നത്. ആ ക്യാരക്ടറും സംഗീതിൻ്റെ ആക്ടിങ്ങും എന്തോ കൺവിൻസിംഗ് ആയി തോന്നിയില്ല. നിവിൻ പോളിയുടെ ക്യാരക്ടർ കഥയിൽ ഒരു ഭാഗമേ അല്ലെന്ന് തോന്നി. അഭിമന്യു തിലകൻ്റെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ടതാണ്. ചെറിയ റോളുകളിലാണെങ്കിലും ജാഫർ ഇടുക്കിയും നിഷ സാരംഗും നന്ദുവും അസീസ് നെടുമങ്ങാടും ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.